അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അമൽ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു അമൽ കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്നൊരു പ്രയാസം വന്നു മനസ്സിന് അലട്ടുന്ന എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അമൽ ചെയ്തിട്ട് അല്ലാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തിയാൽ മതി. ഉടനടി നമ്മുടെ ദുആയ്ക്ക് ഫലമുണ്ടാവും. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു കിട്ടും, അത് ഉറപ്പാണ്. ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട്. എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. മക്കളുള്ളവർക്ക് സമ്പത്തുണ്ടാവില്ല, സമ്പത്തുള്ളവർക്ക് മക്കളുണ്ടാവില്ല, അല്ലെങ്കിൽ രോഗമായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം തികഞ്ഞവരാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. എന്തുമാവട്ടെ, ചിലർക്ക് ജോലിയിൽ സാലറി കുറവായിരിക്കും, ചിലർക്ക് ജോലിയിൽ തീരെ കച്ചവടം ഉണ്ടാവില്ല, ചിലർ മുതലാളികൾ പിരിച്ചു വിട്ടിട്ടുണ്ടാവും, ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഓരോരോ കാരണത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് മനസ്സിലിങ്ങനെ ടെൻഷൻ നിറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യുന്നവരുണ്ടാവും. നമ്മളൊരു അമൽ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ അതിന് ഫലം ഇരട്ടിയായിരിക്കും. ചിലർ ഒരുപാട് ടെൻഷനുകൾ മനസ്സിലിങ്ങനെ കുന്നുകൂടി മനസ്സ്, ശരീരം, തലയൊക്കെ ഒരു വീർപ്പ് മുട്ടിയ രീതിയിലായിരിക്കും ഉണ്ടാവുക. ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് നെഞ്ഞൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കും പോലെ തോന്നും. നെഞ്ഞൊക്കെ വീർത്തിട്ട് തലയൊക്കെ പെരുത്ത് കയറിയിട്ട് വീർത്ത് മുട്ടുമ്പോഴത്തെ ഒരവസ്ഥ, വീർപ്പ് മുട്ടിയിട്ടായിരിക്കും ചിലരുടെ അവസ്ഥ ഉണ്ടാവുക. ആരോട് പറയാൻ, ആരുമില്ല പറയാൻ എന്നും പറഞ്ഞിട്ട് എൻ്റെ വിഷമം ഞാൻ തന്നെ സഹിക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സ് തുറക്കാത്തവരുണ്ടാവും. നിങ്ങളുടെ നഷ്ടങ്ങളും പരാതികളും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരോട് പറയാതിരിക്കുക. നിങ്ങളുടെ കുടുംബക്കാരോടോ നിങ്ങളുടെ അയൽവാസികളോടോ നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ളവരായാലും അവരോട് പോലും നിങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കരുത്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന പങ്കാളികളുണ്ടെങ്കിൽ അവരോട് പറയുന്നതിന് കുഴപ്പമില്ല. മറിച്ച് നമ്മുടെ പുറത്തുള്ള ആളുകൾ, നമ്മുടെ എത്ര അടുത്ത കുടുംബമായാലും, ഏട്ടത്തിയായാലും, ജ്യേഷ്ഠനായാലും, ഉമ്മയായാലും, ഉപ്പയായാലും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ തുറന്ന് പറയാതിരിക്കുക. കാരണം അത് നമ്മുടെ വിലയ്ക്കും കൂടി ബാധിക്കും. നമ്മൾ എത്ര നന്നായാലും നമ്മളുടെ എല്ലാ ഇതിനും നമ്മുടെ ആ ഒരു സംസാരം ബാധിക്കും, നമ്മുടെ നാശത്തിന് കാരണമായേക്കാം. അതുപോലെ ഒരു തെറ്റ് ചെയ്തു പോയാൽ അത് ആരും അറിയരുത്, അത് ആരോടും ഷെയർ ചെയ്യരുത്. പണ്ഡിതന്മാരോടൊക്കെ നമുക്ക് പറയാം, ഉസ്താദുമാരോടൊക്കെ സ്വകാര്യമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മളോടൊരു തെറ്റ് ചെയ്തു പോയാൽ അത് നമ്മുടെ പങ്കാളികൾ പോലും അറിയരുത്. പങ്കാളികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ജീവിതത്തിൽ ഒരു സംശയരോഗം ബാധിക്കാനുള്ള കാരണമായേക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറച്ചു വെക്കണം. പിന്നെ നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ ആരുമില്ല എനിക്ക് പറയാൻ, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്നും പറഞ്ഞിട്ട് ആരോടെങ്കിലും പോയിട്ട് എനിക്ക് കഷ്ടമാണ്, എനിക്ക് ജോലിയില്ല, നഷ്ടത്തിലാണ് എന്നൊക്കെ പറയുന്നതിന് ബദല് നിങ്ങൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തിക്കും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവിടെ തീരും, മനസ്സങ്ങ് ക്ലിയർ ആവും, അത് ഉറപ്പാണ്. മനസ്സിലുള്ള വലിയൊരു ഭാരം അർദ്ധരാത്രിയിൽ പടച്ചോൻ്റെ മുന്നിൽ ഇന്നാ പിടിച്ചോ അള്ളാ, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ പ്രയാസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു പാറക്കല്ല് നമ്മുടെ നെഞ്ചിൽ നിന്നങ്ങ് എടുത്തു വെച്ച മാതിരി നമുക്കൊരു ഫീലാവും. ഇതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രയാസത്തിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ അതുപോലെ ചെയ്ത് നോക്കും. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ഒരു രാത്രി കൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഒരുപാട് പേരുള്ളതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അള്ളാഹു കൂടെയുണ്ട്. അള്ളാഹു എന്നെയും നിങ്ങളെയും എല്ലാവരെയും പടച്ചവനാണ്. നമുക്ക് ശ്വാസം കഴിക്കാൻ കഴിവ് തരുന്നവനാണ്, നമുക്ക് ഭക്ഷണം തരുന്നവനാണ്. അവനൊരിക്കലും നമ്മളെ കൈവിടില്ല. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സങ്കടത്തിനൊരു സന്തോഷം തരും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒരുപാട് പ്രയാസത്തിൽ നിങ്ങൾ ഇടങ്ങേറായി കഴിയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയും പോലെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ തുടങ്ങിക്കോ. ഇന്ന് ഒരു രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കും. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുക.
ആദ്യം തന്നെ പറയട്ടെ, വിശ്വാസം വേണം. അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കും, എന്നെ കൈവിടില്ല എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം വേണം. ആ വിശ്വാസത്തോടെ കൂടെ ആയിരിക്കണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. എന്നാലാണ് നമ്മുടെ ദുആയ്ക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുക. അർദ്ധരാത്രി നിങ്ങൾക്ക് സുബഹിക്ക് കുറച്ച് മുന്നേയോ അല്ലെങ്കിൽ ഇശാന് ശേഷം കുറച്ചങ്ങോട്ടെത്തിയിട്ട് ഒരു രാത്രി സമയങ്ങളിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റാൽ മതിയാവും. ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരുപാട് ദുആ ചെയ്യുക. ശേഷം നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ എൻ്റെ ഇന്നാലിന്ന സങ്കടം മാറാൻ, എൻ്റെ ഇന്നാലിന്ന ആവശ്യം നിറവേറാൻ വേണ്ടിയാണ് അള്ളാഹ് എന്നും പറഞ്ഞിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരം അതിൽ നിങ്ങൾക്ക് ഒരുപാട് രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റും. ഹാജത്ത് നിസ്കാരം നമുക്ക് കൂടുതൽ ഫലം കിട്ടാൻ വേണ്ടി ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുള്ള നിസ്കാരമുണ്ട്, ആയത്ത് കുർസി ഓതിയിട്ടുള്ളതുണ്ട്, അതുപോലെ ഒരുപാട് സൂറത്തുകൾ ഓതിയിട്ടുള്ള രൂപങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കി സമയങ്ങളിൽ നിസ്കരിക്കാൻ പറ്റുന്നതാണ് 2 റക്അത്തിലും ഫാത്തിഹക്കും സൂറത്തിനും ശേഷം നിങ്ങൾക്ക് 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക എന്നത്. അങ്ങനെ ഓതിയിട്ട് നിസ്കാരം കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾ കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹ്, എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ, തെറ്റ് പറ്റിപ്പോയെങ്കിൽ നീ പുറത്തു തരണേ, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ തെറ്റുകൾ നീ പുറത്തു തരണേ അള്ളാഹ്, മാപ്പ് തരണേ അള്ളാഹ്, എൻ്റെ തെറ്റിന് നീ എത്തിക്കല്ലേ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് നബിയുടെ ഹദറത്തിലേക്ക് ഞാൻ സലാത്ത് ചൊല്ലുന്നു അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സലാത്ത് ചൊല്ലുക. ഏത് സലാത്ത് ചൊല്ലിയാലും ഇല്ല, നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് എളുപ്പമുള്ള, നിങ്ങൾക്ക് ചൊല്ലാൻ ഇഷ്ടമുള്ള സലാത്ത് ചൊല്ലുക. എന്നിട്ട് ആ ഒരു നിസ്കാരപ്പായലിരുന്ന് കിബിലക്ക് മുന്നിട്ട് നിങ്ങളുടെ മനസ്സങ്ങ് തുറക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹ്, ഞാൻ ഇന്ന പ്രയാസത്തിലാണുള്ളത്, എന്നെ നീ കരക്കയറ്റണേ എന്ന് ദുആ ചെയ്തിട്ട് അള്ളാഹ്, എൻ്റെ പ്രയാസത്തിന് നീ ഒരു വഴി കാണണേ അള്ളാഹ്, അതിനുവേണ്ടി ഞാൻ ഈ ദിക്റ് ചൊല്ലുകയാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈ ദിക്റ് ചൊല്ലുക. ആ ദിക്റ് ഏതാണെന്ന് അറിയട്ടെ? അസ്മാഉൽ ഹുസ്നയിലുള്ള നമ്മൾ ചൊല്ലേണ്ട അള്ളാഹുവിൻ്റെ പേരായ യാ ഹാഫിളു യാ അള്ളാഹ്, യാ ഹാഫിളു യാ അള്ളാഹ്, യാ ഹാഫിളു യാ അള്ളാഹ്, യാ ഹാഫിളു യാ അള്ളാഹ് എന്നിങ്ങനെ 500 പ്രാവശ്യം ചൊല്ലുക. 500 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ നിസ്കാരപ്പായലിന് ശേഷം നിങ്ങൾ ആദ്യം ചൊല്ലി എത്രയാണോ അത്രയും സ്വലാത്തും ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ കൽബങ്ങ് തുറക്കുക. ഇങ്ങനെ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ദിക്റ് ചൊല്ലി ദുആ ചെയ്യുക. നിങ്ങൾക്ക് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ ദിക്റ് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ മതി. മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും കിട്ടും. നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും അതിനുള്ള വഴി അള്ളാഹു തുറന്നു തരും. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു കിട്ടും, അത് ഉറപ്പാണ്. അതിനുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടും. നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്തിട്ട് നല്ല ഫലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് തുടർച്ചയായി ഒരു 3 ദിവസം 7 ദിവസമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം ഇരട്ടിയുമാവും. ജീവിതത്തിൽ ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു